ഇവിടെ വെറും പൊള്ളയ. ഇത് വെറും പൊള്ളയ അതിനകത്ത്. ആക്ച്വലി ഇത് കുഴിഞ്ഞായിരുന്നേ. സർവസൃഷ്ടിമാനായ ഭഗവാൻ നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ നേരെ നികത്തി തന്നു. ഈ കുഴിയുള്ള നെറ്റിയാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ആ സൗന്ദര്യം പുറത്തൂടെ മതി, അകത്തൊരു പൊള്ളയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ വാലിനെ പിടിച്ചെടുത്ത് കേറ്റിനകത്ത് വെച്ചിരിക്കുക. അതായത് അഹങ്കാരം. അതുകൊണ്ടാണ് നമ്മളാണ് വലുത് എന്നുള്ള ചിന്ത വരുന്നത്. ബാക്കി എല്ലാവരും നമ്മളെക്കാൾ താഴ്ന്നയുള്ളവരാണ്. നമ്മളാണ് ഏറ്റവും വലിയ ആള്. ഹരേ കൃഷ്ണ. പക്ഷേ ഇവിടെ ആ ചിന്തകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഹനുമാൻജി പോകുന്ന പുറപ്പാടാണ് ഇനി കാണിക്കുന്നത്. ഓക്കെ, എവിടെ വരെ വായിച്ചു സുമാജി? ഹരേ കൃഷ്ണ. അത് സമ്പാദ്യവാക്യം കുറച്ച് വായിച്ചിട്ടുണ്ട്. എന്നിട്ട് പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലെ. ഏതാണ്, എവിടെയാണ്? ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണി പുത്രി മുറിയിട്ടതു കേട്ടതു തക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൽ അക്ഷനാദാചരനോടു ജടായുവാം. അവിടുന്ന് ഒരു മെയിൻ ഹെഡിങ് എന്ന ഒരു 10-25 ലൈൻ താഴെ. അത്രേ ഉള്ളൂ അല്ലല്ലോ? സമ്പാദ്യവാക്യത്തിന് നമ്മള് സൂര്യകുലജാതനായ ദശരഥൻ, ആര്യപുത്രൻ, നാരായണൻ അതൊക്കെ വായിച്ചു നമ്മള്. തത്ര മഹാശോകാനനി ജാനകി നക്തഞ്ജരി ജന മധ്യേ വസിക്കുന്നു. ഏതാ? അവിടുന്ന് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒരു ഇതുപോലെ ഒരു 10-30 ലൈൻ കഴിയുമ്പോ മഹാശോക കാനനി ജാനകി നക്തഞ്ജരി ജന മധ്യേ വസിക്കുന്നു വരെ വായിച്ചില്ലേ? അതെ 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 വായിച്ചിട്ടുണ്ട്. കാര്യം നമ്മള് അത്ര വരെ വായിച്ചോ? വായിച്ചത് സഖ്യവും ചെയ്തുടൻ കുഞ്ഞിതുബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ, അതൊക്കെ വായിച്ചു. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരിഞ്ഞ രാശു കണ്ടയിടുവാൻ ദിക്കുകൾ 4ലും പോകയെന്നയച്ചിതു ലക്ഷ്യം കവിവരന്മാരെ ഓരോരോ ദിശി ദക്ഷിണ ദിക്കിന് പോന്നിതും ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. ഇതൊക്കെ വായിച്ചില്ലേ? അവിടെ വായിച്ച് ഇവിടം വരെ എത്തി. തത്ര മഹാശോകാനനിയും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. പിന്നെ തത്ര മഹാശോകാനനി ജാനകി നക്തഞ്ജരി. ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഓക്കെ എന്തോ അത് തെറ്റ്. ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. അല്ലേ? വായിച്ചോളൂ അല്ലേ? അവിടെ അല്ലേ വായിച്ചത്? ഹരേ കൃഷ്ണ. അതെ. ഹരേ കൃഷ്ണ. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം വൃദ്ധനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടു വരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണം, ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നനേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടി കടന്നു ലങ്കാപുരം. വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കര ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ നമ്മോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുര ആനേന ദർശിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതിൽ വേഗം പറഞ്ഞതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തമുൽപതി ചാർത്തരായി വന്നു ദിനകര രശ്മിയൽ. തൽക്ഷണേ തീയും പിടിച്ച നൂജനും പക്ഷപുടങ്ങളിൽ അപ്പോൾ അവന് ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ.
പക്ഷദയത്തോടു വീണാനനൂജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടൻ അന്ധനായി 3 ദിനം കിടന്നിടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായിതു ചിറകും കഴിഞ്ഞിങ്ങനെ വിക്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുണ്ടെന്നിങ്ങനെ ചെന്നൈ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിന്നു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു കണ്ടുള്ളൊരറിവു നിമിത്തമായി എന്തു സമ്പാദേ വിരൂപനായി വന്നിത് എന്തു മൂലമിതരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറകനേ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടുപായം ഇന്നേവന ഏവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം പുരുഷ നീ ദേഹനിമിത്തമീ ദുഃഖമറിക നീ ദേഹമോർത്തെ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ളൊരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളൊര വിദ്യാസമുത്ഭവ വസ്തുവായുള്ളോനഹംകാരമോർക്കനേ ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളൊരു പിണ്ടവിൽ സദാ തേന ദേഹത്തിന്നു തദ്ധാത്മയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്തനൂനമാത്മാവിനുമായ ദേഹ മദ്ദൈവ കർത്താഹിമ ദേഹോഹമദ്ദൈവ കർമ്മകർത്താഹിമ അത്യാഹന്ത സങ്കൽപ്പ സർവദാ ജീവനും അഖണ്ഡ സങ്കൽപ്പ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടും ആശും കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യ പാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചും വാഴും വിധം ഉത്തമാംഗം കൊള്ള വീടുമേധോ ഭൂമി പുണ്യമൊടുങ്ങിയാൽ എന്തു തൻ മണ്ഡലെ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമൗ പതിച്ചു ശല്യാദികളായി ഭവി ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു തിരേതസ്സായി ചമഞ്ഞതും ചെന്നു ശ്രീമന്തിനി യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദീനേനെ കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതു പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശുത്വം ഭവിക്കും അതിന്നിതും മാംസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരും ആശുതസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു 5 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണേ ഭവിച്ചിടും അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ടു 6 മാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുമതിസ്ഫുടം
പിന്നെ മൃഡോപസ്ഥനാഭിപയുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡര സ്ഥലാന്തരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരൂ അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപരന്ത്രേണ മാതാവിനാൽ സാക്ഷേപമായ ഭുക്താനരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹൂർ മൃത്യു വരാ നിജ കർമ്മ ബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഡരാവഗ്നി പ്രതപ്തനായി തൽക്കര കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ 100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചനകം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതോ നിത്യ കുടുംബരണൈകസക്തനായി വിത്തമന്യായമായി ആർജിച്ചതന്നുപം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിരൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവും ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലകൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭഗവൽ സ്തുതി തുടങ്ങിയിടിനാൻ 10 മാസം തികയും വിധം ഭൂതലേ ഇഷ്ടതാപേന പിറക്കും വിധിവശാൽ സൂര്യവാദത്തിൻ ഫലത്തിനായി ജീവനും ജാതനാം യോനീന്ദ്രേണ പീഡാന്യുതം ബാലമന്യോപി മാതാപിതാക്കന്മാരിൽ ബാലാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും രാമ രാമ ഹരേ യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും മോർത്തോളമേതും പൊറാസഖേ നിന്നാലനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവ നാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷാത്മക ദേഹദ്വയാൽ പരം മേലേ ഇരിപ്പതാത്മാ പരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മാമകീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്യാത്മന വാഴുക നീ സഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപ്പെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കെട്ടുകൊണ്ടുപോം മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കവി കുലം ദക്ഷിണ വാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടുവാനർക്കെത്തൂമൊരു നിമിത്തേന
നിസ്സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നെ വിചിത്രമേ നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താലറിയാവതല്ലേതും. രാമനാമമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലവോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടു കിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്കിലർണവും ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിദേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമോരാകുലമുണ്ടാകയില്ലൊരു ജാതിയും. എന്നു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ. പിന്നെ കബീവരന്മാർ കൗതുകത്തോടു മഞ്ഞോനമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കബീകുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാർ എങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കവികളെ. ശക്ര തനയ തനൂജനാമംഗതൻ മർക്കട നായകന്മാരോടു ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തോരും അംഗദൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുദ്യോഗപൂർവകം. ചാടാമെനിക്കു 10 യോജന വഴി ചാടാമിരൂപതെനിക്കെന്നൊരു കവി. 30 ചാടാമെനിക്കെന്നപരനു അപ്പടി 40 മറ്റേവനും. 50 60 70 മാമെന്നും 80 ചാടാമെനിക്കെന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേഖനെ എന്നർണവ 300 യോജനയുമുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായളക്കും വിധൗ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടിനേൻ. വാർദ്ധകഗ്രസ്തനായേനിതാനും ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാം. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അദ്ഭുതമെത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേവരൂ. ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലൂ വയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗൽ പ്രാണം ഹരേ കൃഷ്ണ.
എന്തു ജഗൽ പ്രാണൻ നന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതും പറയാതെ കാണാനായി എന്നെ ഇരുന്നു കളയുകയോ. കണ്ടില്ല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണിയാർ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജാൻ ജാനകായുമുണ്ടവൻ തന്നോട് തുല്യൻ ബല വേഗമാർക്കിലു കേസരിക്കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിനു വാനരനാഥന് പുത്രനായഞ്ജന പെറ്റളവായൊരു തത്വഗുണപ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാ ഗർഭാച്യുതനായവനീ ലാഞ്ചസ ജാതനായി വീണ നേരം ഭവൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നതു മാനസേ. ചണ്ടകിരണുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടു കൊണ്ടു നീ പക്കമാർന്നൊരു ഭക്ഷിപ്പാനെടുക്കയാൽ ശുക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൂക്കിതു പാതാളം. എപ്പോൾ ത്രിമൂർത്തികൾ 30 കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നതു ഗ്രഹിച്ചിടിനാൻ. മൃത്യുവര ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം. ഹരേ രാമ ഹരേ രാമ. മാതാജി ഉണ്ടോ വായിക്കാൻ അവിടെ? സ്ക്രൂ വായിക്കണോ? മാതാജി വായിക്കുമോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബാക്കി സ്മിത മാതാജി വായിച്ചോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ആത്മനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ. നാം ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറികയാ. ചരിത്രങ്ങൾ മറന്നിതോ മാനസേ, നിൻ കയ്യിലല്ലോ തന്നതു രാഘവൻ അങ്കുലീയമതു മെന്തിനെന്നോർക്ക നീ. ത്വൽബലവീര്യ വേഗങ്ങൾ വർണ്ണിപ്പതി പ്രപഞ്ചത്തിലാർക്കുമാ മല്ലടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം പുത്രനുമുദ്ധയ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായിതു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കിക്ഷണാൽ രാവണകുലത്തോടൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ. അല്ലായികിലോ ദശ കണ്ഠനെ വന്ദിച്ചു മെല്ലവേ വാമ കവരത്തിങ്കലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിങ്കലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുന്നീടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടൊരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരിയെ വരിക നീ രാവണനോടെതിർത്തിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ നേരമാമല്ലോ. പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്ക. ഹേ മാരുതദേവനു മുണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചോരു തത്വയും
ബദ്ധമോദത്തോടിരുന്നതിക്കാലമേ ഇദ്ധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ അങ്ങനെ ഡോക്ടർജി നമ്മളങ്ങനെ രാമായണത്തിന്റെ കിഷ്കിന്ധ കാണ്ഡം നമ്മൾ ഇന്ന് പരിസമാപ്തി ചെയ്തിരിക്കുകയാണ്. അടുത്തത് നല്ലൊരു കാണ്ഡം, ബ്യൂട്ടിഫുൾ കാണ്ഡം, സുന്ദര കാണ്ഡത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിനകത്ത് വളരെ അർത്ഥവത്തായ 1-2 കാര്യങ്ങൾ സമ്പാദ്യവാക്യത്തിൽ കൊടുക്കുന്നു. ഒന്ന്, ഒരു കുഞ്ഞെങ്ങനെ ജനിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീത 84 ലക്ഷം ജീവവർഗങ്ങൾ തന്റെ കർമ്മത്തിന്റെ ഫലമായിട്ട് വരികയാണ് ഈ കുഞ്ഞ്. ഓരോ മാസവും ഓരോ ദിവസം ചെല്ലുന്തോറും എങ്ങനെയാണ് വളർന്നു വരുന്നു പറയുക. അതിനകത്ത് വളർന്നു വന്നിട്ട് ഈ കുട്ടി എവിടാ കിടക്കുന്നത്? മലത്തിനകത്താ കിടക്കുന്നത്. പീഡിയാട്രീഷ്യൻ ഇവിടെ ഇരിക്കുക, മലത്തിനകത്താ കിടക്കുന്നത്. ഇടുന്ന് വൃത്തികേടിനകത്ത് ഇരുന്നിട്ട്, മലത്തിനകത്ത് കിടന്നിട്ട്, അഴുക്കിനകത്ത് ഇരുന്നിട്ട് ഈ കുഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെ പുറത്തു കൊണ്ടുവരണമേ ഭഗവാനെ, ഞാൻ അങ്ങയുടെ ദാസനായിക്കൊള്ളാം എന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ വന്നിട്ട് ഈ കുട്ടിയെ വന്നിട്ട് മൂക്കും പിഴിഞ്ഞ് 2 തട്ടും തട്ടി വരുമ്പോഴത്തേന് ഒരു കരച്ചില് കേൾക്കും. ആദ്യത്തെ ശബ്ദമാണ് കുഞ്ഞിന്റെ. കേട്ടു വരുമ്പോഴത്തേന് മായാലോകത്തിൽ, മായായവനികാച്ഛന്നം അല്ലേ, ഈ മായിക ലോകത്തിൽ വന്ന് പെടുമ്പോഴത്തേന് പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ മറന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആവാത് ഘട്ടത്തിൽ നമ്മളെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ടാവാം. എല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല സ്റ്റേജിൽ വരുമ്പം നമ്മൾ റോഡിൽ നടക്കുമ്പം ഈ സഹായിച്ച ആൾ അവിടെ നിൽക്കുമ്പോൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് പറയുന്നത്? എനിക്ക് എങ്ങനെയാണ് ജന്മങ്ങൾ വരുന്നത്? 100,000 യോനികൾ ജനിച്ചെത്ര കർമ്മഫലങ്ങളായിട്ട് 100,000 യോനികളിലൂടെ ഞാൻ കയറി ഇറങ്ങി വരികയാണ്. പിന്നെന്താണ്? പക്ഷേ അന്നേരം ഒന്നും ഞാൻ ഭഗവാനെ സ്മരിക്കുന്നില്ല, വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. പിന്നെന്താ പറയുക? ത്രേതായുഗത്തിലെ രാമായണത്തില് ശ്രീരാമചന്ദ്രന്റെ കാലഘട്ടത്തെ ആ ത്രേതായുഗത്തിന്റെ വരികൾ വീണ്ടും എന്താ പറയുന്നത്? വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ, കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും. അപ്പൊ എന്താ ത്രേതായുഗത്തിൽ എങ്ങനെ കൃഷ്ണന്റെ പേര് വന്നു? അവിടെ കൃത്യമായിട്ട് എഴുത്തച്ഛനറിയാം, വാൽമീകി മഹർഷിക്കറിയാം സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ആരാണെന്നുള്ളത്. അവിടെയാണ് പറഞ്ഞത് കൃഷ്ണ കൃഷ്ണേതി ജപിച്ചില്ലൊരിക്കലും ഞാൻ. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, അഹങ്കാരം. എത്ര കോയിൻസൈഡ് ആയിട്ടാണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ വാക്കുകൾ. അഹങ്കാരം ഈ പൊള്ളയായ നെറ്റിക്കകത്ത് വെച്ചിരിക്കുകയാണ്. ആ കുരങ്ങന്മാരുടെ ആ ഗർവ് വാലിലാണെങ്കിൽ നമ്മുടെ ഗർവ് ആ വാല് ചുരുട്ടി പൊള്ളയായ നെറ്റിക്കകത്ത പൊള്ളയായ സ്ഥലത്ത് കയറ്റി വെച്ചിരിക്കുക. ഈ നെറ്റിയുടെ ഭാഗത്ത് ഒന്നുമില്ല, എയർ ബബിൾസ് മാത്രം കയറി ഇറങ്ങുന്നേ ഉള്ളൂ. ഇവിടെ കൊണ്ട് ഒരു ഗുണവുമില്ല. പറയും ഡോക്ടർ ആണെങ്കിൽ മെഡിക്കൽ ലാംഗ്വേജ് ഡോക്ടർ സംസാരിക്കും. അപ്പൊ അവിടെ പൊള്ളയായ സ്ഥലം നെറ്റിയിലുണ്ട് കേട്ടോ. അതെ, അതാ പറഞ്ഞത്. പൊള്ളയായ സ്ഥലം നെറ്റി, മണിലാൽജി നെറ്റിയിൽ പൊള്ളയായ സ്ഥലം കൊണ്ട് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത് വെറും വായു കയറി ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അത് പൊള്ളയായ സ്ഥലം നെറ്റിയിലുണ്ട്. അതാണ് നമ്മളെ ഫ്രോണ്ടൽ സൈനസസ്, സൈനസൈറ്റിസ് വരുന്ന സ്ഥലം. സത്യം, അതാണ് സത്യം, സത്യം. ഇതിനകത്ത് ഭഗവാൻ എത്ര സൃഷ്ടിയാണ്. ആ സൗന്ദര്യം വരാൻ വേണ്ടിയിട്ട് നകത്ത് തന്നിരിക്കുകയാണ്, ഇങ്ങനെ നല്ല രീതിയിൽ ഉരുട്ടി തന്നിരിക്കുകയാണ്. ആ ഭഗവാനോട് നന്ദി പറയാതെ നമ്മള് വീണ്ടും, അപ്പൊ അവിടെ അമ്മാതി പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഹനുമാൻ ദേവൻ വളരെ ഭക്തിയാദര പൂർവം വാമനദേവനെ പോലെ ഭീമാകാരനായിട്ട് മാറുന്ന രംഗത്തോടു കൂടിയാണ് നമ്മൾ നിർത്തുന്നത്. സമുദ്രം എങ്ങനെ ലംഘിപ്പിക്കാമെന്നുള്ളത്. വാനരനെ പോലെ എന്താ പറയുന്നത്? സമ്മതാൽ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് അവിടെ. ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താല് ഹനുമാൻ ദേവൻ വളരെ വലുതായി മാറുകയാണ്.
അങ്ങനെ കിഷ്കിന്ധാകാന്ഡം നിൽക്കുന്നു. ഓരോ ദിവസത്തെയും വളർച്ച കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ രാമായണത്തില് ഭഗവാനാണ് വലുത്, ഭഗവാനിൽ കവിഞ്ഞ ആരും ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് അംഗീകരിക്കാത്ത ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ ഫസ്റ്റ് ശ്ലോകം പറയുന്നുണ്ട്. രാജവിദ്യ രാജഗുഹ്യ യോഗത്തിൽ പറയുന്നുണ്ട്. സുശിംപ്രഭു ഓർമ്മയുണ്ടോ ആ ശ്ലോകം? പ്രത്യക്ഷാവ മനസ്സൂയവേ, അസൂയരഹിതനായതുകൊണ്ടാണ്, അസൂയാരഹിതനായതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലതുപോലെ ഇതിന്റെ കുലീനമായ രഹസ്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. കുലീനമായ രഹസ്യം, രാജവിദ്യ രാജയോഗം. കാര്യം ഭഗവാന് അസൂയയില്ല. എന്തുകൊണ്ട് ഞാൻ സാധാരണഗതി എല്ലാവരും പറയും, ഓ എനിക്ക് ഭഗവാനോട് അസൂയയില്ലെന്ന് പറയും. ശരി, നമ്മുടെ ആൾക്കാരുടെ എല്ലാം കാര്യം വിട്ടാരെ. രാമായണം മുഴുവൻ വായിച്ചിട്ട് മഹാഭഗവാനാണ് കൃഷ്ണനാണ് വലുത് എന്ന് പറയുന്നു. ഭാഗവതം മുഴുവൻ വായിച്ചിട്ട് കൃഷ്ണനാണ് വലുതെന്ന് പറയുന്നു. ഈ വായിച്ചവരോട് ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരായിരം വട്ടം ചിന്തിക്കും. പറയാൻ കാര്യം അഹങ്കാരം, മറ്റുള്ളവരുടെ തൃപ്തിക്കേട് വരുമോ എന്നുള്ള ചിന്ത. ശാസ്ത്രം അതിൻ്റെ അതേപടി മനസ്സിലാക്കണം. ഇപ്പം ഡോക്ടർ ദിലീപ് കുമാർ എന്ന് അവിടെ എഴുതി വെക്കുമ്പം SRM ഹോസ്പിറ്റലിൽ പോയിട്ട് എഴുതി വന്ന് തിരിച്ചു വന്നിട്ട് അസുഖങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ആ ഡോക്ടർ കൊള്ളാമോ, ഓ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? അഹങ്കാരം. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് മനുഷ്യന്റെ മനസ്സ്. ഹരേ കൃഷ്ണ. അങ്ങനെ വളരെ സന്തോഷം. രാമായണം നമ്മള് സമാപ്തിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ സ്മിത മാതാജി പറയൂ. ഹരേ കൃഷ്ണ. മണലാൽജി ഒരു സംശയം ഇടയ്ക്ക് ക്ലിയർ ചെയ്തോട്ടെ. മണലാൽജി, ആ കുട്ടി മലത്തിൽ കിടക്കുന്ന ആ സംഭവം എനിക്ക് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചു തരണം. സാഹചര്യം പറഞ്ഞത് ഞാൻ ആദ്യ ഭാഗം എന്തോ ഒരു മിസ്സായതുപോലെ എനിക്ക് കേട്ടതില്ല. അപ്പൊ അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പറഞ്ഞു വന്നത് 84 ലക്ഷം ജീവികളുണ്ട്. ഈ ജീവവർഗങ്ങളെല്ലാം കർമ്മ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ യോനികളിൽ വരുന്നത്. അങ്ങനെ വളർന്നു വന്ന് ഇപ്പം ഈ ഗർഭാശയം എന്ന് പറയുമ്പോൾ ഒരു ബലൂൺ പോലെയാണ് അല്ലേ? അപ്പം അതിനകത്ത് ജലത്തിലാണ് കിടക്കുന്നത് ഈ കുട്ടി, ഈ ശിശു. ഓരോ ദിവസവും ഓരോ അംഗങ്ങൾ വളർന്നു വരുന്നതായിട്ട് നമ്മുടെ ഭാഗവതത്തിലും രാമായണത്തിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും വളർച്ചയെത്തി 10 മാസം പരിപൂർണമാവുകയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. പക്ഷെ 7-ാമത്തെ മാസം മുതൽ ഇതിന് ചിന്തകൾ വരും. ചിന്തിക്കാനുള്ള ശക്തി ഉണ്ടാവും, നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ശക്തി ഉണ്ടാവും, അതിനെ തിരിച്ച് അത് ആ ശ്രവണം പുറത്തു വരുമ്പോൾ അന്വേഷിക്കാനുള്ള ശക്തി ഉണ്ടാവും. അങ്ങനെയാണ് പരീക്ഷിത് മഹാരാജ് പുറത്തു വന്നിട്ടും ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ആരെയാണ് കാണുന്നതെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഈ കുട്ടിക്ക് ശാസ്ത്രം പറയുന്നത് അതിനകത്ത് ഈ മലീമസമായ ഒരു പ്രദേശത്ത് കിടക്കുമ്പോൾ നമ്മൾ ചെളിക്കുണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനായിരിക്കും ചവിട്ടാൻ നോക്കുന്നത്? അതുപോലെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോഴാണ് കിടന്ന് അനങ്ങുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങുന്നു, അങ്ങോട്ട് അനങ്ങുന്നു. എനിക്ക് ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ ചൂടുവെള്ളം ദേഹത്ത് വീഴുന്നു. അപ്പൊ ഇതെങ്ങനെങ്കിലും പുറത്തു പോകണമെങ്കിൽ എന്നുള്ളൊരു പ്രാർത്ഥന ഈ കുട്ടിക്കുണ്ട്. ഇതിൽ നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടണം എന്നൊരു പ്രാർത്ഥന ഈ കുട്ടിക്ക് വരും. ഈ കുഞ്ഞ് ഭഗവാനെ വിളിക്കും, ആക്ച്വലി കൃഷ്ണ എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന ഈ പ്രാർത്ഥന. അങ്ങയുടെ സർവന്റ് ആവും. ഐ വിൽ ബി യുവർ സർവന്റ്, ഐ വിൽ സെർവ് യു, ഞാൻ അങ്ങയെ സേവിക്കാം എന്നുള്ള വാക്കുകളും ഒക്കെ ഇങ്ങനെ വരും. പക്ഷെ പുറത്തോട്ട് വരുമ്പോഴത്തേന് മായാലോകത്തേക്ക് മാറും. ഈ സാത്വികം, രാജസികം, താമസികം എന്ന ദേവീ ഹേഷ്യ ഗുണവർ എങ്ങനെയാണ്? ദേവീ ഹേഷ്യ ത്രിഭിർ ഗുണമയി മമമായ ദുരത്യയ. ഭഗവാന്റെ മായയാകുന്ന ആ പ്രപഞ്ചത്തിലേക്ക് വരും. ഈ പ്രപഞ്ചത്തിൽ വരുമ്പം പറഞ്ഞ വാക്കുകളെല്ലാം മറന്നുപോകും, വാഗ്ദാനങ്ങളും മറക്കും. സാധാരണ മനുഷ്യന്റെ ആപത്ത് കാലത്ത് നമ്മളെ ആരാണോ രക്ഷിച്ചത്, അവരെ ആരാണോ ഞാൻ വിശന്നിരിക്കുമ്പോൾ ഒരു ജോലി വാങ്ങിച്ചു തന്നു, വലിയ ശമ്പളമൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ ജോലി വാങ്ങിച്ചു തന്നു, അവരെല്ലാം മറക്കും. കാര്യം ആ ചെറിയ ജോലിയിൽ നിന്ന് വലിയ ജോലിയിലേക്ക് പിന്നെ അവരങ്ങ് പോകും. ഒരു പോക്കാണ് അവരുടെ നല്ല ജീവിതത്തിൽ. അങ്ങ് പോയിട്ട് രാജസിംഹാസനം വരെ എത്തുമ്പോഴത്തേന്, ഞാനൊരു കാലത്ത് ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ചെറിയൊരു ശമ്പളത്തിൽ എനിക്കൊരു ആശ്വാസമായിട്ട് വാങ്ങിച്ചു തന്നത്
ഇന്നാരാണ് എന്നൊരു ഓർമ്മയുണ്ടാവത്തില്ല. അതെല്ലാം മറന്നിട്ടായിരിക്കും ചിലപ്പോൾ ചില വാക്കുകൾ നാവിൽ നിന്ന് വീഴുന്നത്. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അപ്പം അതുപോലെ ഈ കുഞ്ഞു ഉദരത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും, കൃഷ്ണ എന്നെ ഒന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരയണമേ എന്ന്. ആ സമയത്താണ് ഇതിന്റെ ശരിക്കുമുള്ള ആ ഒരു വളർച്ച മുറ്റിയിട്ടും വളർച്ചയായിട്ടും പ്രസവ സമയം എന്ന് പറയുന്ന ആ ഒരു സമയമാണ്. ആ സമയം വീണ്ടും ഭഗവാൻ സെലക്ട് ചെയ്യും. നീ ഇന്ന അന്നാ ഭവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവക. പിന്നെന്താ മാതാജി? യജ്ഞ കർമ്മ സമുദ്ഭവക. ജീവജാലങ്ങളെല്ലാം ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ഈ ധാന്യങ്ങളാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. ഈ മഴയാകട്ടെ വിധിപ്രകാരമുള്ള യജ്ഞ കർമ്മങ്ങളുണ്ട്. ഇതൊരു ശാസ്ത്രമാണ്. അപ്പം ഈ പുതിയ വിത്തുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് മഴയിലൂടെ വരുന്ന വിത്തിലൂടെയാണ്. ഈ വിത്തിലൂടെയാണ് ശുക്ലം വരുന്നത്. ഭഗവാൻ ബീജത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പം ഇത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഭഗവാൻ ചിന്തിക്കും ഇവൻ ഏത് രീതിയിലാണ്, ഏത് യോനിയിലാണ്, ഏത് ഉദരത്തിലാണ് വേണ്ടതെന്ന്. ഇനി ആ ഒരു സമയം, ഇതിനെയാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത്. അതായത് ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യും ഭഗവാൻ. നീ ഇന്ന ഏത് രീതിയിൽ അനുഭവിക്കേണ്ടവനാണ്, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും. അപ്പൊ ആ സമയം കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ഡോക്ടറെ അടുത്ത് പറയും, സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ ചെയ്തോളൂ, അതല്ല സുഖപ്രസവമാണെങ്കിൽ സുഖപ്രസവം ചെയ്തോളൂ എന്ന് പറയും. ഇനി സിസേറിയൻ ചെയ്യാൻ നീ എത്ര നിങ്ങൾ ജാതകം നോക്കിയിട്ട് സമയം നോക്കിയിട്ട് ഈ സമയത്ത് എനിക്ക് സിസേറിയൻ ചെയ്തോളൂ ഞാൻ, ഡോക്ടറും ചിലപ്പോൾ മോളും ചെയ്തു തരാം, നടക്കത്തില്ല. പെട്ടെന്ന് ഡോക്ടർ ചിന്തിക്കും ഇന്ന് തിരക്ക, ഇന്ന് വേണ്ടായിട്ട് നടക്കത്തില്ലെന്ന് പറയും, അല്ലെങ്കിൽ ഡോക്ടർ എത്തൂലെന്ന് പറയും. അത് സംഗതി കറക്റ്റാണ്. അല്ലാതെ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഈ സിസേറിയൻ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ഡോക്ടർക്ക് ഒരു ചിന്ത വരും. അപ്പം ഡോക്ടറും ഭഗവാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഡോക്ടർക്ക് ഒരു ചിന്ത വരും, ഈ ദിവസം ആണ് ചെയ്യാൻ പറ്റുന്നത്, അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉടനെ പേഷ്യന്റിന്റെ അടുത്ത് പോയി പറയും, നാളെ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ, നാളെ രാവിലെ 7 മണിക്ക് നമുക്കങ്ങ് ചെയ്യാം കേട്ടോ, സിസേറിയനാണ്, അത് നാളെ രാവിലെ 7 മണിക്ക് അങ്ങ് ചെയ്തേക്കാം. അപ്പൊ വീടെന്ന് പറയും, ഭർത്താവുമായിട്ട് ആലോചിക്കും, 7 മണിക്കാണ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, 7 മണിക്ക് കൊള്ളത്തില്ല, ഒരു 4:30 ആയിക്കോട്ടെ, വെളുപ്പം കാലത്ത്. അപ്പൊ ഡോക്ടർ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഭർത്താവ് പറഞ്ഞു 4:30 മണിക്ക് ചെയ്താൽ, ബ്രഹ്മമുഹൂർത്തം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് സിസേറിയൻ. ഡോക്ടർ പറയും ആയിക്കോട്ടെ എന്ന് പറയും. പക്ഷെ വീണ്ടും ഡോക്ടർ അവസാനം വന്ന് നേഴ്സ് എന്ന് പറയും, ഡോക്ടർ 4 മണിക്കൊന്നും പറ്റത്തില്ല, അർജന്റാണ്, 7 മണിക്ക് പറ്റത്തുള്ളൂ എന്ന് പറയും. നമുക്ക് ഒന്നും ചെയ്യാം, സെൻസിറ്റീവ് മൊമെന്റ് ഒന്നും പറയത്തില്ല. ഡോക്ടർ പറഞ്ഞ പ്രകാരം 7 മണിക്ക് വന്നാൽ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞിട്ട് പോകും. എന്താ ഡോക്ടറെ പറഞ്ഞിട്ടില്ല? ഡോക്ടർ ജി പറഞ്ഞോളൂ. അതെ, ഒരു കാര്യമുണ്ട് മൻലാൽജി പറഞ്ഞതിനകത്ത്. ഒരു വിധത്തിൽ പറഞ്ഞാല് ഈ പ്രസവ സമയത്തേക്കാൾ ഞാൻ കൂടുതൽ ജനിച്ച ഒരു സമയമുണ്ടല്ലോ, ജന്മം, അത് ഈ ഏത് ദിവസം സിസേറിയൻ ചെയ്താലും ആ സമയം മാറുന്നില്ല. കുട്ടി ആ ജനിച്ച സമയം, ജന്മം, അതാണ് പ്രധാനം. പിന്നെ ഒന്നുകൂടെ പറഞ്ഞോളൂ. അല്ല, അപ്പം ഈ ബീജം ഭഗവാൻ ഇടുന്ന ഒരു സമയമുണ്ട്, അവിടെയാണ് കറക്റ്റ് ജന്മസമയം വരുന്നത്. അവിടെ തൊട്ട് നമ്മുടെ ഗതി വിഗതികൾ തുടങ്ങുകയാണ് ആ ശിശുവിന്റെ. ഇല്ലെങ്കിൽ ആ ഉദരത്തെ ഭഗവാൻ തിരഞ്ഞെടുക്കത്തില്ല ഈ സമയത്ത്. അതുകൊണ്ടാണ് അതിന് പ്രൂവാണ് ത്രിസന്ധ്യാ സമയത്ത് അതിഥി അല്ലേ, അതിഥി ദേവി അല്ലേ, പിന്നെ സ്മിത മാതാജി മ്യൂട്ടാണ്, മ്യൂട്ടാണ് സ്മിത മാതാജി, മ്യൂട്ടാണ് സ്മിത മാതാജി, മ്യൂട്ടാണ്. പറയുന്നുണ്ട്, കറക്റ്റ് ആണ്. മുനിയുടെ പേരാണ് നമ്മൾ തപ്പുന്നത്. അതെ, കശ്യപ മുനിക്ക് തിഥി, കശ്യപ മഹർഷിയും അതിഥി ദേവിയും തന്നെ. അപ്പം ഹിരണ്യാക്ഷൻ ഉണ്ടായത് ആരിലായിരുന്നു? രണ്ടുപേരും, ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപവും. അല്ല, ആരിലാണ് ഉണ്ടായത്? ദേവിയിലാണ്. തിഥി. അപ്പം തിഥി ഉണ്ടായത്, തിഥി കശ്യപ മഹർഷിയെ സമീപിക്കുന്നുണ്ട് ത്രിസന്ധ്യാ സമയത്ത്. അപ്പം കശ്യപ മഹർഷി പറയും, ഈ സമയം നല്ലതല്ല, അല്ല എനിക്ക് ഇപ്പം എന്റെ ആഗ്രഹം സാധിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ
ഭാര്യയുടെ സമ്മർദ്ദത്താല് വഴങ്ങും. എന്നിട്ട് പറയും ഈ ഗർഭം നേരെയാകില്ല എന്ന് പറയും. അപ്പം അവിടെ എവിഡൻസ് ആണ് ആദ്യത്തെ ബീജം തന്നെ ആ സമയത്തെ കുറിക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് പിന്നെ വരുന്ന നമ്മൾ കാണുന്ന പ്രസവ സമയവും. കാര്യം ഇത് കോയിൻസൈഡ് വരണതെല്ലാം കോയിൻസൈഡ് ആവണം, അവിടെ തീരുമാനിക്കും. അപ്പം ഈ സിസേറിയൻ വരുന്നത് ഡോക്ടർ ഒരു തീരുമാനിച്ച് പറഞ്ഞ് പേരൻസ് പറഞ്ഞില്ല അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ തലൂരിക്ക് പോകുമ്പോൾ ഓക്കെ, അവിടെ തർക്കിക്കാനൊന്നും പോകത്തില്ല. തലൂരിക്ക് പോകും. പിറ്റേന്ന് നേഴ്സ് വന്ന് പറയും ആ ഡോക്ടറിന് അത്യാവശ്യമായിട്ട് വേറൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോയി. ഇനിയിപ്പം ഇത് കഴിഞ്ഞ വേർത്തോളം എന്ന് പറയും. 4:30 വെയിറ്റ് ചെയ്യുക, രാവിലെ 4:30. അപ്പൊ അത്യാവശ്യമായിട്ട് വേറെ സർജറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഇനിയിപ്പോ ഡോക്ടറെ ചീത്ത വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇതാണ് സംഭവം. എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ആ സമയത്ത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഡോക്ടർ ജി പറഞ്ഞോളൂ. അതെ, ഞാൻ ഈ കുട്ടി മലത്തിൽ കിടക്കുന്ന ഒരു സംഭവം മല്ലാജോട് ഒന്നുകൂടെ വിശദീകരിക്കാൻ പറഞ്ഞത്, അതിനകത്തൊരു സയന്റിഫിക് ആസ്പെക്ട് ഉണ്ട് കേട്ടോ. അതാണ് എന്ന് വെച്ചാല് ഒരു പ്രസവിക്കേണ്ട സമയം ആയിട്ട് ലേറ്റ് ആവുകയോ അത് പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പം ഒന്നുകിൽ ഇപ്പം ഇത് ശ്വാസം മുട്ടൽ പോലെ, ശ്വാസം വിടാൻ പ്രയാസം, അപ്പൊ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും. ഈ കോഡ് അമ്പലിക്കൽ കോഡ് കഴുത്തിന് ചുറ്റും ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ശ്വാസം മുട്ട് വരും. അപ്പോഴൊക്കെ പ്രധാനമായിട്ട് സംഭവിച്ചാൽ കുട്ടി മലം പാസ് ചെയ്യും. കുട്ടി മലം പാസ് ചെയ്യും. മെക്കോണിയം എന്ന് പറയും, ഫസ്റ്റ് സ്റ്റൂൾ പാസ്റ്റ് ഇൻ ദ യൂട്രസ്. ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് മലം പാസ് ചെയ്യും. അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്. അങ്ങനെ വന്നാൽ ആ കുട്ടിക്ക് അപ്പോൾ സിസേറിയൻ ചെയ്ത് കുട്ടിയെ എടുക്കും. അതുകൊണ്ടാണ് കുട്ടി മലത്തിൽ കിടക്കുന്ന ഭാഗം എന്ന് പറഞ്ഞപ്പോഴേ ഞാനത് സയന്റിഫിക് ആസ്പെക്ട് ഉണ്ട് അതിന്. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണത്. സിസേറിയൻ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആണത്. അപ്പൊ ആ സിറ്റുവേഷൻ ആണ് മല്ലാജി ഇത് ഈ രീതിയിൽ വിവരിച്ചത്. അതല്ല മലയാളി അതാണോ പറഞ്ഞത് ഡോക്ടർ? അതല്ല, അമ്മയുടെ മലമൂത്രാദികളിൽ കുട്ടി കിടക്കുന്നതല്ലേ പറഞ്ഞത്? അതല്ല, വെള്ളത്തിൽ കിടക്കുന്ന കുട്ടി. അതെ അതെ അതെ, അങ്ങനെയാ പറയണത്. അത്രയും വല്ലാത്തൊരു നരകമായ ജീവിതമാണ് കുട്ടി ആ വയറ്റിന്റെ ഉള്ളില് കഴിയണേന്നാണ്. കുട്ടിയും മഷി ഇറക്കണോ മോശം പരിസ്ഥിതി, അത് എമർജൻസി. അപ്പൊ പിന്നെ നമുക്ക് മണിലാൽജി പറഞ്ഞത് കുട്ടി വെള്ളത്തിൽ യൂട്രസിനകത്ത് വെള്ളത്തിൽ കിടക്കുന്നു എന്ന സാഹചര്യം പറഞ്ഞിട്ട് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കാം പറഞ്ഞിരിക്കുന്നത്. തള്ളപാസമല്ലോ അതെനിക്ക് അറിയത്തില്ല, ഐ ഡോണ്ട് നോ. ഇപ്പൊ ഈ ഒരു സാഹചര്യം പ്പെടുത്തിയതാണ്, അല്ലാതെ എനിക്ക് ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുണ്ട് അത് എമർജൻസി. പക്ഷെ അതല്ല ഡോക്ടർ പറയണത്. ഈ കപിലോപദേശത്തിലൊക്കെ പറയണ്ടത് നമ്മുടെ ഈ കുട്ടി വളരെ ഇല്ലേ പ്രഭു ഒന്നും മിണ്ടാതിരിക്കണേ. അല്ല, അതായത് അമ്മയുടെ ഗർഭത്തിൽ മലമൂത്രാദികളിലാണ് ആ കുട്ടി അത്രയും മാസങ്ങള് അവിടുന്നാണ് കുട്ടി പ്രാർത്ഥിക്കണം, ഭഗവാൻ എന്നെ രക്ഷിക്കൂ അല്ലേ പ്രഭു? അതാണ് ഞാൻ ക്ലിയർ ചെയ്തത്. അതെ അതെ, മറ്റേ ഡോക്ടർജി പറഞ്ഞത് ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് ഉള്ള സിറ്റുവേഷൻ ആണ് എമർജൻസി സിറ്റുവേഷൻ. പക്ഷെ അതിനു മുമ്പ് ഈ കിടക്കുന്ന ജലം അതുകൊണ്ടാണ് ഇത് വന്നു കഴിഞ്ഞാണ് ഈ കുട്ടിയെ ക്ലീൻ ചെയ്തില്ലേ. വളരെ അഴുക്കായിട്ടാണ് ഇരിക്കുന്നത്, മൊത്തം ശരീരം മൊത്തം അഴുക്കാണ്. സുമാജി പറഞ്ഞതുപോലെയും സംഭവിക്കാം. ഒരു പ്രസവത്തിന് വേണ്ടി മദർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ മദർ വിൽ ആൾസോ പാസ് ദ മോഷൻ സംടൈംസ്. മൊത്തം അഴുക്കാണ്, ഈ അഴുക്കിലൂടെയാണ് വരുന്നത്. അതായത് ഇതിനെ പിന്നെ കഴുകുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അത് നേഴ്സുമാർക്ക് മാത്രമേ എടുത്തുള്ളൂ എടുക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയാം. മാത്രമല്ല ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് പിന്നെ ആദ്യത്തെ ഒരാഴ്ച കുളിപ്പിക്കുമ്പോൾ പോലും ശരീരത്തിൽ അഴുക്ക് ഫുള്ളായിട്ട് പോകുന്നില്ല, ഇല്ലേ? ശരിയല്ലേ? ഇപ്പൊ ഒരാഴ്ച കുളിപ്പിക്കാനും കൂടി പാടില്ല, തുടച്ചെടുക്കുക ചെയ്യണേ അല്ലേ ഡോക്ടർ? ഇല്ലേ? പുതിയ എന്തെങ്കിലും മെത്തേഡ് കണ്ടുപിടിക്കണം. പതുക്കെ കഴുകിയെടുക്കുന്നത്, എല്ലാം കഴുകിയെടുക്കുന്നത്, അഴുക്കമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതിനുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനെ പണ്ട് കുളിപ്പിക്കാൻ പ്രത്യേകം ആൾക്കാരുണ്ട്. കാര്യം കുഞ്ഞിന് പിന്നെ എന്താ പറയുക, മുട്ട എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തട്ടാനും പൊട്ടാനൊന്നും പാടില്ല. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഇപ്പം വന്നിട്ട് ഡിമാൻഡ് കൂടുന്നത്. എനിക്ക് എവിടെ 10,000 ദിർഹംസ് എന്നൊക്കെ അല്ലേ പറയുന്നത് അല്ലേ എടുക്കുന്നത്. അപ്പം അതൊക്കെയാണ്
കാര്യം. അപ്പം ഇതെല്ലാം വരുന്നത് കൃഷ്ണ ഭഗവാൻ ഈ ജന്മം തരുമ്പോൾ വളരെ സാധുവായിട്ട് വന്നിട്ട് പിന്നെ എന്താ പറയുക, നിഷ്കളങ്കനായിട്ട് ഒന്നും അറിയാതെ നിൽക്കുന്ന ആ കുട്ടി വളർന്നു വരുമ്പോൾ ഉള്ള സാഹചര്യമാണ്. വളർന്നു വരുമ്പോൾ ഇതൊക്കെ ആലോചിക്കണം നമ്മള്. അതാണ് ഇവിടെ സമ്പാദ്യവാക്യത്തില് പറഞ്ഞത്. ഞാൻ ആ സമയത്തൊന്നും ഭഗവാനെ സ്മരിച്ചിട്ടില്ല, മഹാവിഷ്ണുവിനെ സ്മരിച്ചിട്ടില്ല, കൃഷ്ണ ഞാനെന്ന് വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജന്മങ്ങളൊക്കെ തരുന്നത്. ഹരേ കൃഷ്ണ. അപ്പം അവസാനം വരുമ്പോഴാണ് ഈ കുട്ടി പോകാൻ നേരത്ത് വരും പിന്നെ കുട്ടി കിടന്ന് വിമ്മിഷ്ടപ്പെടുമ്പോഴാണ് പിന്നെ ലാസ്റ്റ് മൊമെന്റ് പോകാൻ. അപ്പം കുട്ടി പെട്ടെന്ന് ഈ മോഷൻ വരും, കുട്ടി അവിടെ മലമൂത്ര വിസർജനം ചെയ്യും. കാര്യം കുട്ടി വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയാണ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവസാനം ആ കുട്ടിയുടെ വിമ്മിഷ്ടത്തിന്റെ ഫലമായിട്ട് അവിടെ മലമൂത്രം സംഭവിക്കും. മലമൂത്രം സംഭവിക്കുമ്പോൾ പിന്നെ അവിടെ ശ്വാസം മുട്ടലുണ്ടാവും, ഇല്ലേ? പിന്നെ അവിടെ വെച്ചേക്കാൻ പറ്റത്തില്ല. മലം പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതും അതിന്റെ സർക്കുലർ വരിയല്ലേ, വായി കൂടെ കയറി കഴിഞ്ഞാൽ വരികയല്ലേ. അപ്പൊ അത് ആസ്പിറേറ്റ് ചെയ്താൽ ഇൻഫെക്ഷൻ ആവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് 5 ദിവസം ഇഞ്ചക്ഷൻ കൊടുക്കും ഇൻഫെക്ഷൻ മാറാൻ വേണ്ടി. അതെ അതെ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അപ്പം സിസേറിയൻ ചെയ്യുന്നതിന് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോ പറയണ്ട, അതുകൊണ്ട് ഡോക്ടർക്ക് അറിയാം. അത് കുട്ടിക്ക് കൂടെ പണിഷ്മെന്റ് അല്ലേ. മെക്കോണിയം സ്റ്റെയിൻഡ് ബേബി എന്ന് പറയുമ്പം 5 ദിവസം ആന്റിബയോട്ടിക് കൊടുക്കണം നിർബന്ധമാണ്. അപ്പൊ 5 ദിവസം കുട്ടിക്ക് വെറുതെ ഇഞ്ചക്ഷൻ കിട്ടും. പനിഷ്മെന്റ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ ഒരു സത്യമായ കാര്യമായി. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതിനൊന്നും നമുക്കൊന്നും ഉത്തരങ്ങളില്ല. ഇതെല്ലാം സൃഷ്ടികർത്താവായ ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ. ഇതിനകത്തൊന്നും നമുക്ക് കൃത്രിമമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഓക്സിജൻ നഷ്ടപ്പെടുന്ന ഈ സിറ്റുവേഷനിൽ ഏതെങ്കിലും അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് ഞാൻ 1 കിലോ ഓക്സിജൻ കൊണ്ടുതരാമെന്ന് പറയാൻ പറ്റും? ഉണ്ടല്ലോ, ഇപ്പൊ ഉണ്ട് മണലാജി കേട്ടോ. 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടിന്നകത്ത് ഓക്സിജൻ 254 പഫ്. 284 പഫ്. അതായത് 284 പ്രാവശ്യം അങ്ങനെ വലിക്കാം. 650 രൂപ റെഡി. നമ്മളെ ഈ ടിന്നിനകത്ത് വരിക. നമ്മളെ സാധാരണ ഷേവിംഗ് സ്പ്രേ ഒക്കെ വരത്തില്ലേ, അതുപോലെ ഇതിനകത്ത് അതിന്റെ മുകളിലുള്ള അടപ്പ് 2 അടപ്പുണ്ട്. ഒരടപ്പ് ആദ്യം ഊരുക, രണ്ടാമത്തെ അടപ്പ് ഇത് ഊരുക, ഇത് കണക്ട് ചെയ്യുക, വായിലോട്ട് ഞാൻ മൂക്കിലോട്ട് വെക്കുക. ഓക്സിജൻ റെഡി. കൊല്ലത്തുനിന്ന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ്. SRM ഹോസ്പിറ്റലിനടുത്താണോ? അതിന്റെ അടുത്തല്ല, ഞാൻ ഈയിടയ്ക്ക് TV കണ്ടതാണ്. അല്ല, അവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്താൽ മതി. നിയർ SRM ഹോസ്പിറ്റലിന് അടിക്കുക എന്ന് പറയാം. അത് വെക്കാം നമുക്ക്. ഇങ്ങനെ അവിടെ അഡ്വർടൈസ്മെന്റ് തരിക, നിയർ SRM ഹോസ്പിറ്റൽ പറയാൻ പാടില്ല. അതെ. അപ്പം അങ്ങനെയൊക്കെയാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ്. ഋഷി പ്രഭു പറഞ്ഞോളൂ പ്രഭു, നമ്മൾ വൈൻഡപ്പാറായി. ഹരേ കൃഷ്ണ, ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സന്തോഷം, ഡോക്ടർജി എത്തിയതില്ലേ, സന്തോഷം. അതുകൊണ്ടാണ് ഇത്രയും സമയം നീണ്ടത്.